അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മ അടുക്കളയിൽ പണിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഉമ്മ അത് ഓർത്തത്. തലേ ദിവസം രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ഷെഫിമോനെയും വൈഫിനെയും പറഞ്ഞേക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. റബ്ബേ, ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ. ഞാനാണെങ്കിൽ ഇപ്പം തന്നെ ഓനങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളൂ. പറയാൻ വിട്ടുപോയി. ചായ കുടിച്ചപ്പോൾ പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ ഉമ്മ അതാ അവരുടെ റൂമിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. റബ്ബേ, ഞാനിപ്പോൾ പറഞ്ഞാൽ വിളിച്ചാൽ വലിയ വേണ്ട. ഓനല്ലെങ്കിൽ തന്നെ ടെൻഷനാണ്. ഓളെ സ്വഭാവം എന്താ അറിയില്ല, എന്തൊക്കെയൊരു മാറ്റങ്ങൾ സാധാരണ പെൺകുട്ടികൾക്ക് ഉള്ള പോലെ ഒന്നല്ല. അതുകൊണ്ട് എന്താ അറിയില്ല റബ്ബേ, ഒന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. ഉമ്മ അവരുടെ മണിയറയുടെ വാതിൽ വരെ ചെന്ന് അതാ തിരിച്ചിങ്ങോട്ട് തന്നെ പോരുന്നു. പറയാതിരുന്നാലും അതും പ്രശ്നം. ഇനിയിപ്പോൾ എന്താ റബ്ബേ ചെയ്യുക? അവരെ വിളിക്കണ്ട, ശല്യപ്പെടുത്തണ്ട എന്ന് ഉമ്മയും വിചാരിക്കുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതാ ഷെഫി ഉസ്താദ് പുറത്തേക്ക് വരുന്നു. ഉമ്മ, ആ മോനെ, ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്തുമ്മ? എടാ, ഇന്ന് ചെല്ലാൻ പറഞ്ഞിരുന്നു ഉമ്മാൻ്റെ വീട്ടിക്ക്. ഉച്ചയ്ക്ക് ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ വേഗം പെട്ടെന്ന് സൽക്കാരം കഴിക്കഴിഞ്ഞാലേ ഓൽക്കൊരു ഇടങ്ങാറിടന്ന് പറഞ്ഞിട്ടേ. ഉമ്മ ദിവസം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്താ ഇപ്പോൾ എത്ര ധൃതി പിടിച്ചെന്ന് തന്നെ. മോനെ, ഏതൊരു വിളിച്ചല്ലേ, ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി രണ്ടാളും കൂടി. ഉമ്മയില്ല, ഞാൻ ഇല്ലടാ, എനിക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാണ്ട്. ഉമ്മാൻ്റെ കുട്ടി ഓളും കൂടി പോയിക്കോളി, ഞാൻ വേണമെങ്കിൽ ഓളോടൊന്ന് പറയാം. ഉമ്മ അതാ നേരെ അവരുടെ റൂമിലേക്ക് കടക്കുന്നു. മോളെ സീനത്തെ. അവൾ ഞെട്ടിത്തിരിച്ചു. എന്താ ഉമ്മ ഇത്? ഒരു മുന്നറിയിപ്പില്ലാതെ വന്നുകൊണ്ട് കയറാൻ പാടുണ്ടോ? ഉമ്മ ആകെ ഞെട്ടിപ്പോയി. പഠിച്ച റബ്ബേ, ഷെഫിമോന് പുറത്താണല്ലോ, പിന്നെ ഇപ്പം എന്താ? ഉമ്മ, ഇതൊക്കെ തെറ്റാണ് കേട്ടോ. ഒരാളുടെ റൂമിലേക്ക് തീരെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് കടന്നു വരിക. മോളെ, വാതിൽ തുറന്നിട്ട് കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടിരുന്നു. എന്നാലും അങ്ങനല്ലല്ലോ, കുറച്ചൊക്കെ മാനമര്യാദയൊക്കെ വേണ്ടേ? ഉമ്മയുടെ മുഖം വല്ലാതെയായി. ഇതുവരെ തൻ്റെ പൊന്നുമോൻ എന്നോട് ചേ എന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. കയറി വന്ന മരുമകൾ എന്താ റബ്ബേ ഇങ്ങനെ? മോളെ, അത് ഒരു സൽക്കാരുണ്ടായിരുന്നു, അതിന് പോകാൻ വേണ്ടിയിട്ട്. സൽക്കാരായാലും കല്യാണമായാലും നിങ്ങൾ ചെയ്തു തൊട്ടും ശരിയായില്ല. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതൊന്നും വലിയ അറിവുള്ള ആൾക്കാർ, ദീനുള്ള ആൾക്കാരെന്ന് പറഞ്ഞ് കെട്ടിച്ചതാണ്. കണ്ടില്ല ഓരോന്ന് സ്വഭാവം. മോളെ, അത് ഞാൻ അറിയാതെ. ഒന്നും പറയണ്ട. അവൾ അതാ കരയുവാൻ തുടങ്ങി. മോളെ, എന്തിനാ കരയുന്നത്? എനിക്കിവിടെ നിൽക്കാനാവൂല. നിങ്ങളുടെ ഈ സ്വഭാവമൊക്കെ പറ്റ മോശമാണ്. അല്ലാ, എന്താ റബ്ബേ? അത് കേട്ടുകൊണ്ട് ഷെഫിമോൻ വന്നു. ഉമ്മ എന്താ? ഉമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മോനെ, ഞാൻ ഈ കാര്യമൊന്ന് പറയാൻ വേണ്ടി വന്നപ്പോൾ അതിനോള് അനുവാദമില്ലാതെ റൂമിക്ക് വന്നു എന്ന് പറഞ്ഞിട്ട്. മോനെ, വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നല്ലോ. ആ, തുറന്നു കിടക്കുക. തള്ളി തുറന്നതല്ലേ. നിങ്ങൾ ചെയ്തത് ശരിയാണോ? ഉമ്മ ആകെ വേർത്തുപോയി. മോളെ, എന്തിനാ മോളെ ഞാനങ്ങനെ? ഉമ്മ അപ്പുറത്തേക്ക് പോയിക്കോളൂ. ഷെഫി ഉസ്താദിന് വല്ലാത്ത ടെൻഷനായി. എന്താ സീനത്ത് നിനക്ക് പ്രശ്നം? നീ എന്തിനാ കരയുന്നത്? നിങ്ങൾ ഉമ്മ ചെയ്തത് ശരിയാണോ? ഞാനിവിടെ അകത്തിരിക്കുകയായിരുന്നു, വാതിൽ തള്ളി തുറന്നുകൊണ്ട് വന്നിക്കണേ. അല്ല, ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് മീ, ഒന്ന് ചോദിച്ചൂടെ? എടേ, ഉമ്മാക്കൊന്നും അറിയില്ല. ഓ, എന്നിട്ടാപ്പോൾ വലിയ ദീനുള്ള ആൾക്കാർ, അറിവുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ചത്. എനിക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സീനത്തെ, പ്ലീസ്, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കണേ. കാരണം ഉമ്മ അറിവില്ലായ്മ കൊണ്ട്. എന്താ അറിവില്ലായ്മ? ഒരാളുടെ റൂമിലേക്ക് അങ്ങനെ അങ്ങോട്ട് വരില്ല. ഉമ്മാക്ക് ആകെ ടെൻഷനായി. ഉമ്മ അടുക്കളയിലേക്ക് പോയി. ഉമ്മ വിങ്ങി പൊട്ടിക്കരഞ്ഞു. റബ്ബേ, നീ എൻ്റെ മനസ്സ് കാണുന്നുണ്ടല്ലോ റബ്ബേ. ഞാൻ ഒരിക്കലും അങ്ങനെ കരുതി കുട്ടി ചെയ്തതല്ല. അവളെ സൽക്കാരത്തിന് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അല്ലാ, പഠിച്ചോനെ, എൻ്റെ കുട്ടീൻ്റെ ഭാവി എന്തായിത്തീരുമല്ല. ഇപ്പം തന്നെ എങ്ങനെയാണ്? കല്യാണം കഴിഞ്ഞ് ഒരു ദിവസമായിപ്പോത്തിന്. എങ്കിലും ഉമ്മ 10 മണിക്ക് കഞ്ഞിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വിളമ്പി വെച്ച് അവർ രണ്ടുപേരെയും വിളിക്കുന്നു. മോളെ, സീനോ, മോനെ, ഷെഫിമോൻ, ഇവിടെ ഒന്ന് കഞ്ഞി കുടിച്ചോളി. ഇനിയിപ്പോൾ സൽക്കാരത്തിനൊക്കെ പോവുകയാണെങ്കിലും അവിടെ എത്തി 2 മണിയൊക്കെ ആവും ചിലപ്പോൾ. നല്ല ചേമ്പും കൂട്ടാനും ഉണ്ടാക്കിയിരിക്കണ്.
ഇവിടെ തൊടുവിൽ 2 ഇത് ഞാൻ കുഴിച്ചിട്ടിന്, അത് മുളച്ചുണ്ടായതേ, ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അത് കൂട്ടിന് കഞ്ഞി കുടിച്ചോളി, നല്ലതാണ്. ഉമ്മ അതാ 2 പേർക്കും കഞ്ഞി വിളമ്പി. മക്കളെ ചൂടാറിന് മുമ്പ് വന്ന് കുടിച്ചോളി, ഉമ്മ വിളിച്ചു. സീനത്തും അതാ ഷെഫി ഉസ്താദും അവിടെ എത്തി. ഇതെന്താ മോളെ? ഇതിവിടുന്ന് തോട്ടത്തിൽ നിന്ന് തന്നെ കിളച്ചെടുത്ത് ചേമ്പിന് കൂട്ടാനാണ്, നല്ലതാണ്, മോള് കഴിച്ചോ. അയ്യേ, എന്തത് ചൊറിയിപ്പിക്കാനാണോ? ചൊറിയൊന്നുമില്ല മോളെ, തിന്നോക്ക്, നല്ല രസമുണ്ടല്ലോ. ചേമ്പും പൂളയും താളും പൂളയൊക്കെ കൂട്ടാൻ വെക്കൂലേ, ആ അതുപോലെ തന്നെ. നല്ല തേങ്ങയും ഉള്ളിയും ജീരകമൊക്കെ അരച്ചുണ്ടാക്കിയതാണ്, നല്ല രസമുണ്ട്, കൂട്ടി നോക്കി, കഞ്ഞിക്ക് നല്ല രസമായിരിക്കും. അയ്യേ, എനിക്കിതൊന്നും വേണ്ട. ഷെഫി ഉസ്താദ് അത് ഉമ്മ പറയുന്നത് അനുസരണയോടെ അത് കഴിക്കുമെന്ന്, കഴിച്ചു നോക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെന്തേ മനുഷ്യനെ ചൊറിയിപ്പിക്കാനാണ് ഇതൊക്കെ എന്ത് ഫുഡാണ്? എനിക്കൊന്നും ശീലമായിട്ടില്ല കേട്ടോ. പിന്നെ കഞ്ഞി, കഞ്ഞി എന്ന സാധനം തന്നെ എനിക്ക് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ, എനിക്കിഷ്ടമല്ല. ഷെഫി ഉസ്താദ് ഒന്നും മിണ്ടാതെ കുടിക്കുമ്പോൾ ഇവൾ പറയും, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് മോന്തി കുടിക്കണത്? എനിക്ക് കഴിയൂലേ. ചേമ്പും കൂട്ടാനെ എന്തത് മനുഷ്യന്മാർ തിന്നണമെന്നോ ഇവിടെ ഇല്ലേ? മൃഗങ്ങളൊക്കെ തിന്നണാണോ? ഇതെന്താടി മൃഗങ്ങൾ തിന്നണാണോ? ഉസ്താദിൻ്റെ ചോദ്യം. എനിക്ക് വേണ്ട. അവൾ പിണങ്ങിപ്പോയി. ഉമ്മാക്ക് ആകെ സങ്കടമായി. മോളെ എന്നാൽ പോവല്ലേ, ഇതാ ചായ കുടിച്ചോ, ചായ കുടിച്ചിട്ട് പോകാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല, എന്തിനാ നിർബന്ധിക്കുന്നത്? മോളിതാ ചായ, എന്തെങ്കിലും കടി എന്തെങ്കിലും എടുത്ത്. വേണ്ട, എനിക്കിഷ്ടമല്ല. എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് കഴിക്കണമെന്ന് ഇഷ്ടമല്ല, ഒരു വൃത്തിയില്ലാത്ത അടുക്കളയും കാര്യങ്ങളും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചോളൂ, നിങ്ങൾ കുക്ക് ചെയ്തൊന്നും എനിക്ക് വേണ്ട. അവളുടെ തട്ടുത്തരം അത് ഉമ്മയുടെ മനസ്സിനെ വല്ലാതെ വേദനിച്ചെന്ന് മാത്രമല്ല, ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലും വല്ലാത്ത സങ്കടം ഉളവാക്കി. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു. മോനെ സാറില്ലടാ, ഒക്കെ ശരിയായിക്കോളും, നമുക്ക് എങ്ങനെയെങ്കിലും നല്ല രീതിയിലാക്കി എടുക്കണം. ഉമ്മയായിട്ടാണ് എൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് മുന്നോട്ട് വന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് അതൊരു ഭാരമായില്ലേ. സാറില്ലടാ, ഉമ്മ ശരിയാക്കാൻ നോക്കാം അവളെ. ഉമ്മ ഒക്കെ വിധിയായിരിക്കുമ്മ, പഠിച്ചു നമുക്കൊരൊന്ന് വിധിച്ചിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ആയിരിക്കും. മക്കളെ എന്നാ മാറ്റിക്കോളി, ഉമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ പറയുന്നു സൽക്കാരത്തിന് വേണ്ടി. അവളതാ അതിലേറ്റവും ഭംഗിയുള്ള ഒരു ചുരിദാർ എടുത്തണിയുന്നു. മുടിയെല്ലാം പഫ് ചെയ്ത് നല്ല രീതിയിൽ മോഡലാക്കി കെട്ടിവെക്കുന്നു. ഷാള് മുടിയുടെ പകുതിയാക്കി അവളിട്ടു. അവളതാ ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുന്നു. ഷെഫി ഉസ്താദ് നല്ല രീതിയിൽ അതാ മാറ്റിയൊരുങ്ങിയിറങ്ങി. തൻ്റെ ഭാര്യ സീനത്തിനെ കണ്ടപ്പോൾ ഉസ്താദിന് ഒരു നിമിഷം, അല്ല സീനത്തെ, ഇതെന്താ ഹിജാബ് ഇവിടെ, പർദ്ദ ഇവിടെ? ഹിജാബ് പർദ്ദ എനിക്ക് ഇഷ്ടമില്ലാത്ത വേഷമാണിത്. എന്തിനാ ഒരാളെ കൊണ്ട് ഇഷ്ടമില്ലാത്ത ഡേപ്പിക്കണത്? ഉസ്താദിന് എന്ത് പറയണമെന്നായിപ്പോയി. മോളെ മുടിയൊന്നും ഇങ്ങനെ കാണിച്ചു നടക്കണത് നല്ലതല്ലല്ലോ, ഇതൊക്കെ നരകത്തിലേക്കുള്ളതാണ്. ഈ മുടിയൊക്കെ കാണിച്ചിട്ട് എന്ത് കാര്യമാണ്? എൻ്റെ സീനത്ത് മോൾക്ക് നല്ല മുടിയുണ്ട്, മാഷാ അല്ലാ, വളരെയധികം നല്ല മുടിയാണ്. പക്ഷേ ഇതിങ്ങനെ പുറത്തേക്ക് വാർന്നു വെച്ച് മുകളിൽ ചെറിയൊരു ഷാളൊക്കെ ഇട്ട് പോയിട്ട് എന്ത് കാര്യം മോളെ? തട്ടത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പൊന്നുമോളെ തട്ടവിടെ ഊരി വെച്ചേക്ക്. ദേ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ സ്റ്റൈലിഷായിട്ട് നടക്കുള്ളൂ, നിങ്ങൾ എന്നെ പഠിപ്പിക്കാമെന്ന് വരണ്ട. ഞാനങ്ങനെ ജീവിച്ചങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ. സീനത്തെ മോളെ നീ വിഷമിക്കല്ലേ. ഉമ്മ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. ഷെഫി ഉസ്താദിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഉമ്മ വന്നത്. മോനെ എന്ത് പറ്റി? പോകാനായില്ലേ, സമയമായല്ലോ. സീനു മോളെ ഡ്രസ്സ് എവിടെ, പർദ്ദ മാറ്റിയില്ലേ? ഹോ എന്ത് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ? ഞാനെന്താ പറഞ്ഞിട്ട് നടക്കണം നിങ്ങൾക്ക് നിർബന്ധം? ഉമ്മയുടെ നേരെ വീണ്ടും അവൾ ചോദിക്കുന്നത് കേട്ട് ഷെഫി ഉസ്താദ് പറഞ്ഞു, നോക്ക് പർദ്ദ ധരിച്ചോട്ടോ. അയ്യേ എനിക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രം. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കിഷ്ടമല്ല. എന്ത് ചുരിദാറിട്ടാൽ? മുടി കുറച്ച് കണ്ടെങ്കിൽ എന്താ? സീനത്തെ മുടി കാണിക്കുന്നത് നല്ലതല്ല, അത് ഹറാമാണ്. ഹറാം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നീ ചെയ്താൽ മോളെ നിനക്ക് അതിൻ്റെ ശിക്ഷ അനുഭവിക്കണ്ടേ? ദേ ഞാൻ എൻ്റെ ഖബറിലേക്കാണ് പോകുന്നത്, നിങ്ങളതിൽ ഇടപെടണ്ട. അതെനിക്കറിയാം എന്ത് വേണമെന്നുള്ളത്. ദയവായി എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല പർദ്ദ ഹിജാബൊന്നും. ഷെഫി ഉസ്താദും ഉമ്മയും ആകെ പെട്ടു. എൻ്റെ റബ്ബേ എന്താ ചെയ്യുക, നമ്മളെ എന്താ ചെയ്യുക? പൊന്നുമോളെ ഉമ്മാൻ്റെ കുട്ടി, ആ പർദ്ദെങ്കിലും ഒന്ന് ഇട്ടാളേ, ഷാളൊന്ന് ശരിക്കും ഒന്ന് പിടിച്ചാൽ മതി, കുത്താനൊന്നും അറിയും കഴിയൂലെങ്കിലും ഹിജാബ് ഇടയില്ലെങ്കിലും ഉമ്മാൻ്റെ കുട്ടീനെ. കാരണം അവർ
എല്ലാവരും നോക്കും ചെയ്യും, പറയും ചെയ്യും. പിന്നെ മുടിയൊക്കെ കാണിച്ചു പോകുമ്പോൾ മോശമല്ലേ മോളെ, നമ്മൾ മുസ്ലിങ്ങളല്ലേ, അതുകൊണ്ടാണ്. അവൾ മനമില്ല മനസ്സോടു കൂടി അതാ ആ പർദ്ദ ധരിക്കുന്നു. അവൾ ഷാള് കുത്തുകയോ ഹിജാബ് ധരിക്കുകയോ ചെയ്തില്ല. ആ ഷാള് മോളെ മുടി ഉള്ളിൽ കിട്ടുള്ളൂ. എന്നാൽ എൻ്റെ റബ്ബേ, എന്തൊരു ശല്യപ്പെടുത്തലാണിത്. അവൾ മനമില്ല മനസ്സോടു കൂടി അവളുടെ ഇടതൂർന്ന ആ ഒരു കാർക്കൂന്തൽ അതാ പർദ്ദക്കുള്ളിലാക്കി ഷാൾ ധരിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ കൂടെ ദേഷ്യത്തോടെ നടക്കുന്നു. പോകുമ്പോഴൊന്നും ഉമ്മയോട് പറയുകയോ ഒന്നും ചെയ്തില്ല. ഉമ്മ, ഷെഫി ഉസ്താദ് വിളിക്കുന്നു, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നിലായിക്കൊണ്ട് അവളും കയറിയിരുന്നു. അല്ലാ, ആ കുട്ടിക്ക് ശരിക്കും നടന്നുകൊണ്ട് റബ്ബേ. ഏതായാലും പർദ്ദട്ടോ വലിയ കാര്യം, അല്ലെങ്കിൽ ആ കഴുത്തും പുറകെ കാണുന്ന ചുരിദാർ കിട്ടുപോയ റബ്ബേ എന്തിനു നന്ന്. ഒന്നുമില്ലെങ്കിൽ അന്യപുരുഷന്മാർ കാണൂലേ ഔറത്ത്. അവർ രണ്ടുപേരും അതാ പോയി മറഞ്ഞു. ഉമ്മ ദുആ ചെയ്തു, പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടി പാവാണല്ല, എൻ്റെ കുട്ടി പാവപ്പെട്ട മോനാണ്, എൻ്റെ കുട്ടിക്ക് ബാപ്പ പോലുമില്ല, കൂടപ്പിറപ്പങ്ങളില്ല റബ്ബേ. കിട്ടിയ പെണ്ണിൻ്റെ സ്വഭാവം എങ്ങനെയാണ് റഹ്മാനെ, എങ്ങനെ മുന്നോട്ട് പോവും എനിക്കറിയുന്നില്ല. അല്ലാ റഹ്മാനെ, നീ കാത്തു രക്ഷിക്ക്. ഉമ്മക്കന്ന് കണ്ണുനീരായിരുന്നു. റബ്ബേ, പാവം എൻ്റെ കുട്ടി. അല്ല, ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെ പറയുമോ എനിക്കറിയുന്നില്ല. എത്ര പ്രതീക്ഷയോടെ ഞാനായിട്ടാണ് എൻ്റെ കുട്ടിക്ക് കല്യാണത്തിന് വേണ്ടി തിരക്കൂടിയത്. കാരണം ഇന്നോ നാളെ ഞാനങ്ങ് പോയി എൻ്റെ കുട്ടി ഒറ്റപ്പെടുമെന്ന് വിചാരിച്ചിട്ട് തന്നെ. അല്ല റഹ്മാനെ, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എനിക്കറിയുന്നില്ല റബ്ബേ. ആദ്യം തന്നെ എൻ്റെ കുട്ടിക്ക് എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദിൻ്റെ ബൈക്കിൽ പോകുന്ന സീനത്ത്, ഇതെന്ത് ഡ്രൈവിങ്ങാ, നിങ്ങൾക്കത് ഡ്രൈവിങ് അറിയില്ല, ഒന്ന് സ്പീഡിൽ വിട്ടുനോക്കി. ഇവിടേക്ക് ഇത്ര സ്പീഡേ പാടുള്ളൂ, റോഡ് വിശാലാന്ന് കരുതിയിട്ട് ഇത്രയധികം കൂടുതലായിട്ട് സ്പീഡ് പോകാൻ പറ്റൂല, അതൊക്കെ നിയമലംഘനമാണ്. ഓ, നിയമം നോക്കി നടക്കണം നിങ്ങൾ. അതെ, അങ്ങോട്ട് വിട്ടൂടി, എന്താണ് ഇത്ര ഉണ്ട്. ഇവിടെ ഒഴിഞ്ഞ റോഡായിട്ട് നിനക്ക് തോന്നുന്നു. നോക്ക് ഇതിൻ്റെ സ്പീഡിൻ്റെ കണക്ക് നീ കാണുന്നുണ്ടോ? കണ്ടില്ലേ, 90 100 എന്നുള്ള നിലക്കാണ്. ഇവിടെ 90-ലേറെ കൂടാനേ പാടില്ല. അതൊക്കെ പ്രശ്നമാണ്, നിയമത്തിന് തെറ്റാണ്. ഒഴിഞ്ഞ റോഡാണ്, നാഷണൽ ഹൈവേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാനേ പറ്റില്ല. ഒരു പേടിത്തൊണ്ടൻ, ഇങ്ങനത്തെ ഒരു പേടിത്തൊണ്ടനാണ് റബ്ബേ എൻ്റെ പെരടിയിൽ വെച്ച് കെട്ടിയത്. എല്ലാം കൊണ്ട് നോക്കുമ്പോഴും ഉസ്താദ് ആകെ ടെൻഷനായി. സീനത്തെ പ്ലീസ് ഇന്ന് മിണ്ടാതിരിക്കുമോ, എനിക്ക് ടെൻഷനാണ്. ഓ, എങ്ങനെ ടെൻഷനാകാതിരിക്കും, നിങ്ങളൊക്കെ തനി സ്വഭാവം കൊണ്ട് പറയുമ്പോൾ. എന്താ നിനക്ക് വേണ്ടത്, ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, നിങ്ങളൊന്ന് വേഗം പോയി തന്നാൽ മതി. എൻ്റെ റബ്ബേ. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ സൽക്കാരത്തിന് വിളിച്ച ആ വീടെത്തി. രണ്ടുപേരും അകത്തേക്ക് കയറി. എല്ലാവരും മണവാട്ടിയെ കാണുവാൻ വേണ്ടി തിരക്ക് കൂടുന്നുണ്ട്. കാര്യമായിട്ട് അവളൊന്നും മിണ്ടിയില്ല. എന്താണെന്നറിയില്ല, അവൾക്ക് മൊത്തത്തിലൊരു മൂഡ് ഓഫ്, തീരെ ഒരു താല്പര്യമില്ലാത്ത കല്യാണം. അവൾ ദേഷ്യം പിടിച്ച പോലെ നിൽക്കുകയാണ്. മോളെ, ഫുഡ് കഴിച്ചോളൂ, അമ്മായി പറഞ്ഞു. അവളതാ ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു. ഷെഫി ഉസ്താദും കൂടെയുണ്ട്. ഷെഫി ഉസ്താദ് അവളുടെ പ്ലേറ്റിലേക്ക് അതാ വിളമ്പി കൊടുക്കുന്നു. അതെ, എനിക്കറിയാട്ടാ, നിങ്ങൾ വിളമ്പി തരേണ്ട ഒരു ആവശ്യമില്ല. എന്താ, എനിക്കറിയില്ല വിളമ്പാനൊക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ അറിയില്ലേ. നിങ്ങളെന്താ കൊച്ചു കുട്ടിയെന്ന് വിചാരിച്ചെന്നെ. ഉസ്താദിന് ആകെ ഇടങ്ങാറായി. ഉസ്താദ് പെട്ടെന്ന് തന്നെ ആ വിളമ്പിയ പ്ലേറ്റ് ഉസ്താദ് എടുത്തിട്ട് ആ കാല് പ്ലേറ്റ് അവൾക്ക് കൊടുത്തു. നീ വിളമ്പിക്കോ. സ്നേഹത്തോടെ ഉസ്താദ് വിളമ്പിയ ആ ഒരു ചോറ്റുപാത്രം അവളങ്ങ് തട്ടി നീക്കി മാറ്റി. ഉസ്താദിന് സങ്കടമാണ് വന്നത്. പക്ഷെ എല്ലാവരും കാണൂലേ, അത് പുറത്തേക്ക് കാണിക്കാതെ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി. പോവല്ലേ? അവളുടെ ചോദ്യത്തിന് മുമ്പിൽ ഉസ്താദ് ഭക്ഷണം കഴിച്ചപാടെ പോകുന്നത് മര്യാദയല്ല. കുറച്ചവരോടൊക്കെ സംസാരിച്ചിട്ടൊക്കെ. ഓ, എനിക്കൊഴിവില്ല, വേഗം പോവണം. എന്താണ് നിനക്ക് പോയിട്ട് പണി? ഉസ്താദ് ചോദിച്ചു. ഒന്നും ഉണ്ടായിട്ടില്ല, വേഗം പോകണം. ഇവിടെ അങ്ങ് നിൽക്കാൻ നിന്നെക്കൊണ്ട് കഴിയണില്ല. ഷെഫി ഉസ്താദ് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിൽ അമ്മാവൻ്റെ മോള് വന്ന് ഷെഫി ഉസ്താദിനോട് പറഞ്ഞു. ഷെഫി ഉസ്താദേ, ഓ ഇനിയിപ്പോൾ കാണാനൊന്നും കിട്ടൂലല്ലേ. ആ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് മറക്കും അല്ലേ. ഏയ്, നിങ്ങളൊക്കെ അങ്ങോട്ട് വരും മക്കളെ, നമുക്ക് അവിടെയൊക്കെ കൂടാലോ ഇൻഷാ അല്ലാ. ഇന്ന് ഏതായാലും ഇവിടെ നിൽക്കാം, ഇവിടെ നിന്നിട്ട് പോവാം, നാളെ പോവാം, അതായിരിക്കും നല്ലത്. അവരുടെ ആ വാക്കിന് മുമ്പിൽ ഷെഫി ഉസ്താദിന് എന്ത് പറയണമെന്ന് അറിയില്ല. ഉമ്മ പറഞ്ഞിരുന്നു, നിൽക്കണമെങ്കിൽ നിന്നോളി, നാളെ പോന്നാൽ മതിയൊക്കെ. പക്ഷേ
കുറച്ച് സമയം പോലും അവൾ ശരിക്കും നിൽക്കുവാനേ സമ്മതിക്കുന്നില്ല. പോവല്ലേ, എന്തെങ്കിലും എനിക്കിവിടെ നിന്നിട്ട് എന്തൊക്കെയാവുന്നുണ്ട് കേട്ടോ, വേഗം പോവുക. ഷെഫി ഉസ്താദിന് ചുറ്റിലുമായി അവിടുത്തെ കസിൻസും എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നു. എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു. അവൾ ദേഷ്യത്തോടെ ഷെഫി ഉസ്താദിനെ നോക്കുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട്, എന്തെത്ര തിരക്ക്, വാടി സീനത്ത് വാ, ഞങ്ങളെ കൂടെ ഇരിക്കേ. വേണ്ട. അവൾ ദേഷ്യത്തോടെ തന്നെ, എന്താണ് ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത് നന്നായിട്ട്. ഉസ്താദ് പറഞ്ഞു, അത് അവൾ ഇപ്പോൾ അവിടുന്ന് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഉസ്താദ് തിരിച്ച് പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. എല്ലാവർക്കും വല്ലാത്തൊരു സങ്കടമായി. അത് എന്താ ഇപ്പം തന്നെ പോകുന്നത്, കുറച്ചൊക്കെ പരിചയപ്പെട്ടിട്ട് പോയാൽ പോരെ, അമ്മായിയൊക്കെ പറഞ്ഞു. പക്ഷേ പോകുകയാണെന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും തിരിച്ച് നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. സീനത്ത് പറഞ്ഞു, അല്ല ഉസ്താദേ, എനിക്കൊരു സംശയം. എന്താ? അല്ലേ, നിങ്ങൾ വലിയ ഹിജാബും പർദ്ദയൊക്കെ ഇടാൻ പറയണ്ടല്ലോ, അതല്ല ആ പെണ്ണുങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് അത് ശരിയാണോ? അവളുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ശരിക്കും ഉസ്താദ് എന്ത് പറയണമെന്നായിപ്പോയി. അത് അവർ പിന്നെ അമ്മാവൻ്റെ മക്കൾ അങ്ങനെ പറഞ്ഞപ്പോൾ ശരിയാണ്, തെറ്റ് തന്നെയാണ്. വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ മിണ്ടാതിരിക്കാൻ കഴിയൂലല്ലോ, അല്ലാതെ വേറൊന്നും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്കങ്ങനെ ഓരോ ന്യായം പറയാനുണ്ടാവും. എന്നാലേ ഞാൻ ഇപ്പോൾ ഹിജാബൊന്നും ഇടാത്ത നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞല്ലോ, അന്യപുരുഷന്മാരാണ്, കാണാൻ തെറ്റാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം എന്താ ഇതിന് ന്യായവും കാര്യങ്ങളൊന്നും ഇല്ലേ? അവളുടെ ആ ഒരു ചോദ്യം. ചിലർക്കൊരിതുണ്ട്, ഉസ്താദുമാരെ ഭാര്യമാർക്ക് ഇതൊന്നും പാടില്ല, ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാം പറ്റുന്നല്ലേ. എന്നാലേ ആ ചിന്താഗതി കണ്ട് മാറ്റി പിടിച്ചേക്കുക. എനിക്ക് കഴിയൂല കേട്ടോ നിങ്ങളെ പർദ്ദ ഹിജാബൊന്നും ഇട്ട് നടക്കാനൊന്നും. ഇഷ്ടമല്ലാതെ ഞാനിത് ഇട്ടതാണ്. നല്ല ഭംഗിയുണ്ടല്ലോ പെണ്ണെ, നിനക്ക് കാണാൻ എന്ത് ഭംഗിയുണ്ട്. പർദ്ദ ധരിച്ചപ്പോഴുണ്ട് നീ പത്തിനെ മാറ്റി സുന്ദരിയായത്. അത്രക്കും നല്ല ഭംഗിയുണ്ട്. കാര്യത്തിന് ഞാൻ പറയണത്, കളവ് പറയല്ല. ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അല്പം സന്തോഷമായി. അങ്ങനെ വരട്ടെ. മറ്റേത് അമ്മോൻ്റെ മക്കളൊക്കെ ഭയങ്കര സുന്ദരികളൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ അവരെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു. വഴിയിൽ ബൈക്ക് നിർത്തുന്നു. പെണ്ണെ, എന്ത് നിനക്ക് വേണ്ടത്? ചായ കുടിച്ചാലൊന്ന്? ഒരു ചായ കുടിക്കല്ലേ? അയ്യേ, എനിക്ക് ചായ ഒന്നും വേണ്ട. നിങ്ങളെ അതും വഴിയോരത്തുനിന്ന് ഇങ്ങനൊന്നും കുടിക്കാനേ പാടില്ല. പിന്നെ ഇവിടുന്ന അതിനൊക്കെ നല്ല 5 സ്റ്റാർ ഹോട്ടൽ, അവിടെ പോയാലേ എനിക്ക് ചായ കുടിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇതൊക്കെ എന്താ? ഞാൻ ഈ പെട്ടിപ്പീടിയിൽ നിന്നും തട്ടുകടയിൽ നിന്നും അതൊന്നും കുടിക്കൂല കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്ന് രാത്രിക്കത്ത് എനിക്ക് ആലോചിക്കാനേ കഴിയണില്ല. റബ്ബേ, ആ AC ഇല്ലാതെ എങ്ങനെയുള്ള കിടന്ന് എനിക്കറിയില്ല. എൻ്റെ പെണ്ണെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ട തടിയാണതൊക്കെ. നമ്മൾ വെറും പച്ച മണ്ണിൽ നമ്മുടെ കവിള് മണ്ണിലാണ് ചേർത്ത് വെക്കുക. കാരണം എന്താ, ആദ്യമായിട്ട് നമ്മുടെ കവിള് പുഴുക്കൾ തിന്നാൻ ഏറ്റവും എളുപ്പം കവിളാണ്. കവിള് വെച്ചാൽ ഇവിടെ എല്ലും കാര്യങ്ങളൊന്നുമില്ലല്ലോ, ഈ കവിളിലാണ് ഫസ്റ്റ് പുഴുക്കൾ തിന്നുക. അതിനുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചൂടെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകും എല്ലാം ഇട്ടെറിഞ്ഞിട്ട്. എന്തിനാണ് മോളെ ഇത്രയ്ക്ക് വാശി? നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കും, എൻ്റെ ഉമ്മയും എന്നെ നോക്കും. ഒരിക്കലും ഉമ്മ നിന്നെ കഷ്ടപ്പെടുത്തില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. കാരണം എൻ്റെ ഉമ്മയല്ലേ, പാവാണ്. ഉമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നീ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ജീവിതം നമുക്കുണ്ടാവും. നിങ്ങളെന്തെനിക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിനെ കുറിച്ച് സംസാരിക്കണം, വേറൊന്നും സംസാരിക്കാമല്ലേ? എനിക്ക് താല്പര്യമില്ല കേട്ടോ ഇതിനെക്കുറിച്ച് പറയാനേ. വഴിയരികയിൽ ഉസ്താദിനോട് അവളത് പറഞ്ഞു. ഉസ്താദിന് അതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമായി. റബ്ബേ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ? ഞാൻ ആദ്യൊരു പെണ്ണിനെ സ്നേഹിച്ചു, ഫർസാന. അവൾ പോയി മറ്റൊരുത്തൻ്റെ കൂടെ. ഇപ്പോഴിതാ വേറൊരു പെണ്ണിനെ ഞാൻ. പക്ഷേ എന്നോടൊരു സഹകരണമില്ല, നല്ലൊരു സംസാരമില്ല, ഒന്നുമില്ല. റബ്ബേ, എന്തിനാ എന്നെ പരീക്ഷിക്കല്ല. ഉസ്താദ് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും ഷെഫി ഉസ്താദിൻ്റെയും സീനത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാവുക? അവർ ഒന്നിക്കുമോ അതോ പിരിയുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മുത്തുമണികൾക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.